അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال له موسى هل أتبعك على أن تعلمني مما علمت رشدا قال إنك لن تستطيع معي صبرا وكيف تصبر على ما لم تحط به خبرا قال ستجدني إن شاء الله صابرا ولا أعصي لك أمرا قال فإن اتبعتني فلا تسألني عن شيء حتى أحدث لك منه ذكرا. ആദരണീയരായ ഖുർആൻ പഠിതാക്കളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും, നമ്മുടെ സംസാരത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ ഇടപാടുകളിലും നമ്മുടെ ഇടപെടലുകളിലും കാത്തു സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. വിശുദ്ധ ഖുർആൻ്റെ 18-ാമത്തെ അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 60-ാമത്തെ വചനം മുതൽ 82-ാമത്തെ വചനം വരെ 23 വചനങ്ങളിലായി 23 ആയത്തുകളിലായി രണ്ട് പ്രവാചകന്മാരുടെ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാമും തമ്മിലുള്ള ഒരു സംഭവമാണ് അള്ളാഹു നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ഈ സംഭവത്തിൻ്റെ നമുക്കുള്ള പാഠം എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഒരു അറിവുമായി ബന്ധപ്പെട്ട, ഇൽമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞു കൊണ്ടുവരുന്നത്. അറിവ്, ജ്ഞാനം, ഇൽമ് എന്നൊക്കെ ഉള്ളത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പൂർണ്ണമായി ലഭിക്കുന്നതല്ല. അള്ളാഹു അത് വ്യത്യസ്ത രീതിയിൽ തന്നെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആരും ഇൽമിൽ തികഞ്ഞവരാണ് എന്ന ഒരു വിചാരം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ, മനോഭാവം നമുക്ക് പാടില്ല. നമ്മേക്കാൾ വിവരമുള്ളവരും അറിവുള്ളവരും ഉണ്ടായിരിക്കും എന്നുള്ളതൊക്കെയാണ് ഈ കാര്യത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇതുവരെയായി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വഹ്യ് പ്രകാരം അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് താങ്കളേക്കാൾ വിവരമുള്ള, അറിവുള്ള ആൾ ഈ ഭൂമിയിലുണ്ട്, അത് നിങ്ങൾ കണ്ടെത്തണം എന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ യാത്ര തിരിക്കുകയും അങ്ങനെ ആ ഖിളിർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉള്ള സ്ഥലത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്തിപ്പെടുകയും അതിനു ശേഷമുള്ള സംസാരമാണ് ഇനി ഈ ഏതാനും 5 ആയത്തുകളിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. ഇത് 5 ആയത്തുകൾ ഉണ്ട്. സാധാരണയായി ഹിഫ്ളാക്കുന്ന ആളുകൾക്ക് അത്ര പ്രയാസമുള്ള ഭാഗങ്ങളല്ല, പെട്ടെന്ന് തന്നെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയുന്നതായതുകൊണ്ട് തന്നെ അതിന് കഴിയും എന്നാണ് തോന്നുന്നത്. സാധാരണയായി നമ്മളൊരു ആയത്ത് 2 ആയത്താണ് എടുക്കാറുള്ളത്. ഇതൊരു കഥയാകുമ്പോൾ അങ്ങനെ തീർത്തും ഓരോ ആയത്തുകൾ എടുക്കാൻ പ്രയാസമാണ്. മാത്രമല്ല അത് മനസ്സിലാകായ്മ ഉണ്ടാകും. പിന്നെ ഓരോ തവണയും ആവർത്തിച്ച് ആ കഥ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളതിനെ ഒരു നിർത്താൻ പറ്റുന്ന സ്ഥലം വരെ എടുക്കുകയാണ് പതിവുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വചനങ്ങൾ 5 ആയത്തുകളാണ് ഉള്ളത്. 66-ാമത്തെ ആയത്തില് ഖാല ലഹു മൂസ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം
അദ്ദേഹത്തോട് പറഞ്ഞു. ഖാല പറഞ്ഞു, ലഹു അദ്ദേഹത്തോട്, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇതാണ് ഈ വചനത്തിന്റെ തുടക്കം പറയുന്നത്. അഥവാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖിളിർ നബിയെ അവിടെ വെച്ച് കണ്ടുമുട്ടുകയുണ്ടായി. അതിന് ശേഷമാണ് ഇത് പറയുന്നത്. ഹൽ അത്തബിഉക, ഹൽ അത്തബിഉക, നിന്നെ താങ്കളെ ഞാൻ പിൻപറ്റയോ, ഹൽ പിൻപറ്റട്ടെയോ. ഹൽ എന്നുള്ളത് ഒരു ചോദ്യ രൂപത്തിലുള്ളതാണ്. നമ്മൾ മുമ്പും വന്നുപോയതാണ്, പഠിച്ചതാണ്. അത്തബിഉ, ഇത്തബ എന്ന് പറഞ്ഞാൽ പിൻപറ്റി എന്നാണ്. അതിൽ നിന്നാണ് അത്തബിഉ എന്ന് വരുന്നത്. അത്തബിഉക എന്നുണ്ട്, ക താങ്കളെ. അത്തബിഉക താങ്കളെ ഞാൻ പിൻപറ്റട്ടെയോ എന്നുള്ളതാണ്. അസമ്മതം ചോദിക്കുകയാണ്. അത്തബിഉ എന്ന് പറഞ്ഞാൽ ഞാൻ പിൻപറ്റി എന്നുള്ളതാണ് വരിക. അത്തബിഉക ഞാൻ താങ്കളെ പിൻപറ്റി. ഹൽ അത്തബിഉക ഞാൻ താങ്കളെ പിൻപറ്റട്ടെയോ എന്നാണ്, പിന്തുടരട്ടെയോ എന്നാണ്. അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുശ്ദ. അലാ അൻ തുഅല്ലിമനി, തുഅല്ലിമ, അല്ലിമ എന്താണ്? പഠിപ്പിക്കുക എന്നുള്ളതാണ്. തുഅല്ലിമ താങ്കൾ പഠിപ്പിക്കുക. തുഅല്ലിമനി താങ്കൾ എന്നെ പഠിപ്പിക്കുക. ഇവിടെ തുഅല്ലിമനി നൂന് കഴിഞ്ഞിട്ടൊരു യാ ഉണ്ടാവും. നമ്മൾ മുമ്പ് അത് വിശദീകരിച്ചതാണ് ഖുർആന്റെ ചില പ്രയോഗങ്ങൾ. ഇവിടെ തുഅല്ലിമനി അനൂനിനൊരു കസ്ർ അടിയിലാണ് വരുന്നത്. അപ്പൊ അൻ തുഅല്ലിമനി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നെ പഠിപ്പിക്കുക. അല എന്ന് പറയുമ്പോൾ എന്താണ്? മേൽ എന്നുള്ളതാണ്. ആ ഒരു കാര്യത്തെ എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി അൻ തുഅല്ലിമനി എന്നെ പഠിപ്പിക്കുക എന്ന ആ കാര്യത്തിന്മേൽ. ഇത് താങ്കളെ ഞാൻ പിൻപറ്റി. എന്തിനാണ് പിൻപറ്റുന്നത്? എന്തിനാണ് താങ്കളെ ഞാൻ പിൻപറ്റുന്നത്, താങ്കളെ പിന്തുടരുന്നത്? അലാ അൻ തുഅല്ലിമനി, അതിനു വേണ്ടിയാണ്, എന്നെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. മിമ്മ ഉല്ലിംത റുശ്ദ, മിമ്മ എന്നുള്ളതും മുമ്പ് ഒരുപാട് പ്രാവശ്യം വന്നു പോയതാണ്. മിൻ എന്നും മാ എന്നുള്ളതും അതാണ് മിമ്മ. ആ മാ ഉല്ലിംത എന്ന് പറഞ്ഞാൽ അവിടെ മീം എന്തിനാണ്? ഉല്ലിംത എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് തന്നെ. അല്ലിമ, ഉല്ലിമ, ഉല്ലിംത താങ്കൾക്ക് പഠിപ്പിക്കപ്പെട്ട. അവിടെ താന്നുണ്ട്, താങ്കൾ. ഉല്ലിമ ആ ക്രിയന്റെ കൂടെ താ, അതായത് ആ ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൂചിപ്പിക്കുന്ന ആ ലമീർ എന്നാണ് അതിന് പറയുന്നത്. ഉല്ലിംത താങ്കളെ പഠിപ്പിച്ച, താങ്കൾക്ക് പഠിപ്പിക്കപ്പെട്ട, താങ്കൾക്ക് പഠിപ്പിക്കപ്പെട്ട ആ ഇൽമിൽ നിന്ന്, ആ അറിവിൽ നിന്ന്, അതാണ് മിമ്മ. മാ എന്ന് പറഞ്ഞാൽ ഏതാ കാര്യം? പഠിപ്പിക്കപ്പെട്ടതെന്തോ അത്. റുശ്ദ, റുശ്ദ എന്ന് പറഞ്ഞാൽ സന്മാർഗം. സന്മാർഗമായി താങ്കളെ പഠിപ്പിക്കപ്പെട്ട ആ കാര്യത്തിൽ നിന്ന് താങ്കൾ എന്നെ പഠിപ്പിക്കാമെന്ന ആ കാര്യത്തിന്മേൽ ഞാൻ താങ്കളെ പിന്തുടരട്ടെയോ പിൻപറ്റട്ടെയോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ഇവിടെ ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കണ്ടു, സംസാരിച്ചു. ഇത് നമ്മുടെ സമൂഹത്തിൽ പല ആളുകളും, നല്ലൊരു ശതമാനം മുസ്ലിം സമൂഹം തന്നെ വിശ്വസിച്ചിരിക്കുന്നത് ഖിളിർ നബി മരിച്ചിട്ടില്ല, ഖിളിർ നബി ഇങ്ങനെ ഇവിടെ എല്ലാം ഉണ്ട്, അങ്ങനെ നടക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ യൂട്യൂബിൽ ഒരാൾ ഖിളിർ നബിയെ കണ്ടു എന്നും പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ടുണ്ട്, ഖിളിർ നബിയെ കണ്ടു എന്ന്. അപ്പോ ഇങ്ങനെ നടക്കുകയാണ്. അത് ഖിളിർ നബിയെ കണ്ടു എന്നുള്ളത്, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്നെ ഖിളിർ നബിയെ കാണാൻ കുറെ ബുദ്ധിമുട്ടി. നമ്മൾ ആ കഥ, ചരിത്രം വിശദീകരിച്ചതാണ്. ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടാണ് ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹുവിന്റെ വഹി പ്രകാരം, താങ്കളേക്കാൾ ഇൽമുള്ള, ഞാൻ വിവരം കൊടുത്ത, അറിവ് കൊടുത്ത ആളുണ്ട്, അദ്ദേഹത്തെ നീ കണ്ടെത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ നടന്ന സംഭവവും ക്ഷീണിച്ച് വിശ്രമിച്ച സംഭവവും ഒക്കെ നമ്മൾ പറഞ്ഞു. മാത്രമല്ല, അള്ളാഹു ഒരു മത്സ്യത്തെ, ചത്ത ജീവനില്ലാത്ത ഒരു മത്സ്യത്തെ ജീവൻ വെപ്പിച്ചുകൊണ്ട് അവിടെ അടയാളപ്പെടുത്തി, അങ്ങനെയൊക്കെ രേഖപ്പെടുത്തിയിട്ടാ
ഈ ഖിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടെത്തിയത്. പക്ഷേ ഇന്ന് നാട്ടിൽ സാധാരണ ആളുകൾ പോലും ഖിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുകയാണ്. അതേപോലെ തന്നെ നമുക്കറിയാം ഖിദർ നബിയെ ഈ ആയത്ത് നമുക്ക് പറഞ്ഞു തരുന്നത് ആരാണ്? ഈ ആയത്തുകൾ ഈ സൂറത്തുൽ കഹ്ഫ് മുഴുവനും അല്ലെ, ഖുർആൻ മുഴുവനും അള്ളാഹുവിന്റെ റസൂലിനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് ഈ വിശുദ്ധ ഖുർആൻ മുഴുവൻ അവതരിപ്പിക്കുന്നത്. റസൂലുള്ള ഒരിക്കലും കണ്ടു എന്ന് പറഞ്ഞിട്ടില്ല ഖിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലെങ്കിൽ അള്ളാഹ്ക്ക് ഈ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു എളുപ്പമുണ്ടായിരുന്നു. എന്താണ്? ഖിദർ നബിയാണ് കാണിച്ചു കൊടുത്താൽ മതി. ഏത് അപ്പൊ റസൂലുള്ളാഹ്ക്കും ഈ കൂടുതൽ അറിവ് എനിക്കുണ്ടെന്നുള്ള പറയേണ്ട ആവശ്യം വരൂലല്ലോ. അങ്ങനെ തോന്നും വേണ്ട. ഇങ്ങനെ ഒരാളുണ്ട്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും ഈ സംഭവം ഉണ്ടായതാണ്, താങ്കൾ തന്നെ സ്ഥലത്ത് പോയിക്കോളൂ. ആകാശാരോഹണം നടത്തിയ, മെഹ്റാജിലേക്ക് 7ാം ആകാശം വരെ എത്തിയ, അല്ലെങ്കിൽ ആകാശാരോഹണത്തിലൂടെ സ്വർഗവും നരകവും എല്ലാം കണ്ടെത്തിയ അത്രത്തോളം ദൂരത്തിലേക്ക് പുറപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ഖിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഭൂമിയിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ എത്ര എളുപ്പമാണ് കാണാൻ. ബുറാഖിനെ കൊണ്ടുവരണ്ട, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരണ്ട, അള്ളാഹ് പറഞ്ഞാൽ മതിയല്ലോ ഇന്ന സ്ഥലത്തുണ്ടെന്ന്, പോയി കണ്ടാൽ മതിയല്ലോ. അപ്പൊ അള്ളാന്റെ റസൂല് പോലും കണ്ടിട്ടില്ല, അള്ളാന്റെ റസൂല് പോലും അങ്ങനെ അറിയിച്ചിട്ടുമില്ല ഖിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരിക്കുന്നുണ്ട്, നിങ്ങളെ ആവശ്യങ്ങൾക്കൊക്കെ വിളിക്കാന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ ഒരു വലിയ പട്ടം ആ രീതിയിൽ ഖിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരിപ്പുണ്ട് എന്നോ റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. അതിനുശേഷം ഏതെങ്കിലും സഹാബത്ത് ഖിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇന്ന് നാടൻ ആളുകൾ പോലും കാണുന്നു, അല്ലെങ്കിൽ ഞാൻ കണ്ടു എന്ന് പറയണം. എന്നിട്ട് അതൊക്കെ അങ്ങനെ യൂട്യൂബിലൊക്കെ വളരെ വിശദമായിട്ട് അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂ ഒക്കെ കാണാൻ കഴിയുന്നു. അപ്പൊ ഇത് നമുക്കുള്ളൊരു പാഠാണ്. ഒന്ന് മനസ്സിലാക്കുക, അള്ളാഹു ഈ ചരിത്രം പറഞ്ഞു കൊടുക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. ആ പ്രവാചകന് വളരെ എളുപ്പമായിരുന്നു ഖിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഭൂമിയിലുണ്ടെങ്കിൽ നിങ്ങളെക്കാൾ ഇനി നിങ്ങൾക്കും ആ തെറ്റിദ്ധാരണ വേണ്ട, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ആ തെറ്റിദ്ധാരണ വേണ്ട, നിങ്ങളിതാ ഖിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ഉണ്ട്, പോയിട്ടും സന്ദർശിച്ചു കൊള്ളൂ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ആയത്തെ അവതരിപ്പിച്ചിട്ടുള്ളൂ. അതിനെക്കുറിച്ചൊന്നും സഹാബത്തിനോ ഒരു സഹാബത്തിന് പോലും ആ കാര്യത്തിൽ സംശയം ഉണ്ടായിട്ടില്ല. ഈ ആയത്ത് അവതരിപ്പിച്ചിട്ട് ഈ ആയത്ത് അവതരിപ്പിക്കുകയും അത് ഇഫ്ലാക്കുകയും അത് അമലാക്കുകയും ഒക്കെ ചെയ്ത ആളുകളാണല്ലോ സഹാബത്ത്. ആ സഹാബത്തിന് തോന്നിയോ ഒന്ന് പോയി തരികയെന്ന്, അല്ലെങ്കിൽ ഉണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ സംശയം ചോദിക്കുക പ്രവാചകനോട്? ഇതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള മൂഢവിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങൾ തള്ളിവിട്ട് സമൂഹത്തിൽ കുഴപ്പവും ആശയക്കുഴപ്പവും ആദർശ വ്യതിയാനവും ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളത് ഫിത്നയുടെ ഭാഗമാണ്. പിശാചിന്റെ ആ ദുർബന്ധങ്ങളിൽ അല്ലെങ്കിൽ ദുർബോധനങ്ങളിൽപ്പെട്ട് ഒരു പറ്റം ആളുകൾ നടക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന്, ഈ ആയത്തിൽ നിന്ന് ആദ്യമായി നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമതായിട്ട് പറയാനുള്ളത്, ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു അറിവ് ലഭിക്കുന്നതിന് വേണ്ടി യാത്ര ചെയ്ത് എന്ത് ചെയ്യണം? സമ്മതം ചോദിച്ചിട്ട് ഞാൻ പിൻപറ്റട്ടെയോ എന്ന്. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് നോക്കൂ. എപ്പോഴെങ്കിലും നമുക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ട്, എനിക്കൊരു ഇൽമുണ്ടാക്കണം, ഒരു അറിവുണ്ടാക്കണം, അതിനു വേണ്ടി നമ്മൾ പണ്ഡിതന്മാരുടെ അടുത്തേക്ക് അങ്ങോട്ട് പോയിട്ട് സമ്മതം ചോദിച്ചിട്ട് താങ്കൾക്ക് കിട്ടിയ വിവരം എനിക്ക് താങ്കൾ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് പോയിട്ട് അങ്ങനെയുള്ളൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇത് കേൾക്കുന്ന ഓരോരുത്തരും പരിശോധിച്ച് നോക്കും. നമുക്ക് പണ്ഡിതന്മാർ ഇങ്ങോട്ട് വരണം, നമ്മുടെ വീടുകളിലേക്ക്, നമ്മുടെ അങ്ങാടികളിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ പള്ളികളിലേക്ക് ഇങ്ങോട്ട് വരണം, എന്നിട്ട് നമുക്ക് എടുത്തു കൊടുക്കണം. അങ്ങനെ നമ്മുടെ ഒരു സേവകരായിട്ടാണ് പണ്ഡിതന്മാരെ നമ്മൾ കാണാറുള്ളത്. അവരിങ്ങോട്ട് വരണം. നോക്കൂ നിങ്ങൾ, സഹാബത്തിന്റെ ചരിത്രം, അതിന് ശേഷമുണ്ടായ പണ്ഡിതന്മാരുടെ ചരിത്രം, എല്ലാ പണ്ഡിതന്മാരുടെ അടുത്ത് നോക്കുന്നു. ബുഖാരി, മുസ്ലിം ആ ഇതിലുള്ളതും, അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഇമാമിന്റെ നമ്മുടെ ഏത് പണ്ഡിതന്മാരുടെ ചരിത്രത്തെ പരിശോധിച്ചു പോകുന്നു. അവരൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റൊരു പണ്ഡിതന്റെ, മറ്റൊരു ഇമാമിന്റെ അല്ലെങ്കിൽ മറ്റൊരു പണ്ഡിതന്റെ കയ്യിൽ പോയിട്ട് പഠിക്കുകയാണ്. പക്ഷെ നമ്മളെ നേരെ തിരിച്ചായി. അതുകൊണ്ട് തന്നെ ഇതിനൊന്നും ഒരു വിലയില്ല.
ഇതിനൊന്നും ഒരു വിലയും ഇല്ലാത്ത രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എടുക്കുന്ന പണ്ഡിതന്മാർക്ക് തന്നെ വിലയില്ല. കാരണം എന്താ? അവർ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരില്ലേ. അത്തരത്തിലാണ് നമ്മളുടെ ഒരവസ്ഥ. നോക്കൂ നിങ്ങൾ. പക്ഷെ മുൻകാലത്തൊന്നും, ഈ അടുത്ത മുൻകാലത്ത് തന്നെ വല്ലാതെ ഒന്നും അങ്ങോട്ട് പോകും വേണ്ട. ഒരു ഇൽമുള്ള ഒരു പണ്ഡിതനാണെങ്കിൽ, ഇൽമുള്ള വിവരമുള്ള ഒരു ആലിമാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ അടുത്ത് അങ്ങോട്ട് പോയിട്ട് നമ്മൾ പഠിക്കണം. അദ്ദേഹത്തോട് നമ്മൾ ചോദിക്കണം. അദ്ദേഹം പറ്റുകയില്ല എന്ന് പറഞ്ഞാൽ അത് വേറെ ആയിരിക്കും, വേറെ ആളുണ്ടാവും. അങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് വലിയ ഒരാശയം പഠിക്കേണ്ടത്, വലിയൊരാശയം. അത് വിശദീകരിച്ച് ധാരാളം പറയാനുള്ള സമയം നമുക്ക് ഇല്ല. ഈ ആയത്തിനൊന്നും ഇങ്ങനെ ചിന്തിച്ച് നോക്കുക നിങ്ങൾ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് തദബ്ബുർ. നമ്മൾ വിചാരിക്കും ഇതൊരു കഥ അങ്ങനെ പറഞ്ഞു പോവുകയാണ്. അല്ല, ഇതിൽ നിന്ന് ഓരോ ആയത്തിൽ നിന്നും നമുക്ക് അതിൻ്റെതായ ആ ഒരു ആശയം നമുക്ക് ഉൾക്കൊള്ളാണ്ടാണ്. അപ്പോൾ ഈ ആയത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക, ഒരു ഇൽമ് കരസ്ഥമാക്കുവാൻ, നമുക്ക് അറിവ് നേടുവാൻ. ഇൽമ് നമ്മൾ ഈ അധ്യായം തുടങ്ങുന്നതിന് മുമ്പ് 2-3 ക്ലാസ് നടത്തിയിട്ടുണ്ട്. അതിൽ പരിശോധിച്ചാൽ നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇൽമു കരസ്ഥമാക്കുന്നതിൻ്റെ പ്രാധാന്യം എത്രമാത്രമാണ്. ഒരു തലബുൽ ഇൽമിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ ഫറദായ അല്ലെങ്കിൽ നമ്മുടെ നിർബന്ധമായ ഘടകമാണ് അറിവുണ്ടാക്കുക, ഇൽമുണ്ടാക്കുക, ജ്ഞാനം സമ്പാദിക്കുക എന്ന്. ഒരു ത്വാലിബാകണം ഒരു മനുഷ്യൻ, പ്രത്യേകിച്ച് സത്യവിശ്വാസി മുസ്ലിം. ത്വാലിബുൽ ഇൽമാണ്, പഠിച്ചുകൊണ്ടേയിരിക്കും. അത് പണ്ഡിതന്മാരുടെ അടുത്തേക്ക് അങ്ങോട്ട് പോയിട്ട് അവരുടെ അടുത്തുള്ള ഇൽമ് കരസ്ഥമാക്കിയിട്ട് ഇങ്ങോട്ട് വരും. അയിമത്തിൻ്റെ ഒക്കെ എല്ലാം നമ്മൾ പരിശോധിച്ച് അങ്ങനെ കാണും. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി പഠിച്ചവരാണ്, അങ്ങോട്ട് പോയി. അല്ലാതെ ഒരു ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അങ്ങാടിയിൽ വെച്ച് പ്രസംഗിപ്പിച്ച്, അതല്ലെങ്കിൽ നമ്മുടെ വീടുകളിലേക്ക് കൊടുന്നു എന്നിട്ട് അങ്ങനെ പഠിപ്പിച്ച സംഭവങ്ങളൊന്നും കാണാൻ കഴിയില്ല. അങ്ങോട്ട് പോയിട്ട് പഠിക്കുക. ഇതാണ് ഒരു ത്വാലിബുൽ ഇൽമ് ചെയ്യേണ്ടത്. ഒരു ത്വാലിബ് ചെയ്യേണ്ടത് അങ്ങോട്ട് പോയിട്ട് പഠിക്കണം. അപ്പൊ ഇതൊക്കെ നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇനി അതല്ലാത്ത സന്ദർഭങ്ങളിൽ ഇങ്ങോട്ട് കൊടുന്ന് തീരെ പഠിപ്പിക്കേണ്ട, അല്ലെങ്കിൽ പള്ളികളിൽ ഇങ്ങനെ ക്ലാസ് നടത്തേണ്ട ഒന്നും അല്ല കേട്ടോ. പക്ഷെ നമ്മൾ അതാണ് ചെയ്യേണ്ടത് എന്നുള്ളതിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. അവിടെയാണ് പ്രശ്നം. ഇങ്ങനെയൊക്കെയാണ് ഇൽമ് കരസ്ഥമാക്കേണ്ടത്, പണ്ഡിതന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവന്നാണ് പഠിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ അങ്ങോട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനെയാണ് എതിർക്കുന്നത്. നേരെ മറിച്ച് ചില സന്ദർഭങ്ങളിൽ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരും, ഇവിടെ പ്രസംഗിപ്പിക്കേണ്ടി വരും, അങ്ങാടികളിൽ പ്രസംഗിപ്പിക്കേണ്ടി വരും. അതൊക്കെ നടക്കേണ്ടതാണ്. പക്ഷെ അതുകൊണ്ടെല്ലാമായി അതാണ് ഈ പ്രബോധനത്തിന്റെ മുഖ്യ ഘടകം, അതാണ് ചെയ്യേണ്ടത്. ആ രീതിയിൽ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. ആയത്തിന്റെ ആശയത്തിലൂടെ പോകുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ മുമ്പ് വിശദീകരിച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ആയത്തുകളും ഹദീസുകളും ഒക്കെ നമ്മളവിടെ വിശദീകരിച്ചിട്ടുണ്ട് ഇൽമുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഇതാണ് 66-ാമത്തെ ആ വചനത്തിൽ ആയത്തിൽ പറഞ്ഞത്. ഇനി 2-ാമത്തിൽ അപ്പൊ എന്താ അവിടെ പറഞ്ഞത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഞാൻ താങ്കളെ പിൻപറ്റട്ടെയോ? താങ്കൾക്ക് പഠിപ്പിച്ചു തന്ന സന്മാർഗത്തിൽ നിന്ന്, അറിവിൽ നിന്ന് എനിക്ക് താങ്കൾ പഠിപ്പിച്ചു തരുമെന്ന ആ ഒരു നിബന്ധനയിൽ ഞാൻ താങ്കളെ പിൻപറ്റട്ടെയോ? കാല, ഈ കാല എന്നുള്ളത് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാം. ഇന്നക, നിശ്ചയമായും താങ്കൾ. ഇന്ന, നിശ്ചയമായും ക എന്നുള്ളത് താങ്കൾ, മൂസാ നബി. ലൻ തസ്തതിഅ, ഇസ്തതാനതാണ് സാധിക്കുക എന്നുള്ളത്. ലൻ തസ്തതിഅ, സാധിക്കുകയില്ല, കഴിയുകയില്ല. മഅയ, എന്റെ കൂടെ. മഅ, കൂടെ. മഅി എന്ന മഅയ, എന്റെ കൂടെ. മഅി, എന്റെ കൂടെ. സബ്ർ, ക്ഷമിക്കാൻ. സബ്ർ, ക്ഷമ. അപ്പൊ എന്താ അവിടെ പറഞ്ഞത്? എന്റെ കൂടെ ക്ഷമിക്കാൻ താങ്കൾക്ക് കഴിയുകയില്ല. കാരണം ഇൽമ് കരസ്ഥമാക്കുന്നതിന് വേണ്ടി, അറിവ് നേടുന്നതിന് വേണ്ടി ക്ഷമ അത് വല്ലാതെ വേണ്ടി വരും. സബറിനെ കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ്. സബർ ജീവിതത്തിൽ ഒരു മനുഷ്യന് മുസ്ലിമായി, മുഅ്മിനായി
സ്വർഗം വേണം എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു മുസ്ലിം, അവന് ക്ഷമ ഇല്ലാതെ ഒരു പരിപാടിയും ചെയ്യാൻ പറ്റില്ല, ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. 5 സമയങ്ങളിൽ പള്ളിയിൽ പോയിട്ട് നമസ്കരിക്കുക എന്നുള്ളത് ആലോചിച്ച് ക്ഷമയില്ലാതെ പറ്റും. നമുക്ക് ആഗ്രഹമുള്ള ഒരു സ്ഥലത്തേക്ക് നോക്കണം എന്ന് കൂട്ടാം, നല്ലൊരു സുന്ദരിയായ പെണ്ണ് വരുന്നത്, സുന്ദരിയായ ഒരു സ്ത്രീ എല്ലാവിധ അലങ്കാരത്തോടു കൂടി അണിഞ്ഞ് ഒരുങ്ങി ഇങ്ങനെ വരിക, നമ്മുടെ അടുത്തെത്തിയിട്ട് എന്താ ചെയ്യുക? അവിടെ ക്ഷമ ഇല്ല എങ്കിൽ എന്താണ് സംഭവിക്കുക? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. സുബ്രഹാൻ, നമുക്ക് ഒരുപാട് ഭക്ഷണങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, ഭക്ഷണം ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട്. സുബ്രില്ലെങ്കിൽ ആർത്തിയോട് കൂടി ഭക്ഷണം കഴിക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? കല്യാണത്തിനൊക്കെ പോയാലും സദ്യകൾക്കൊക്കെ പോയാലും ചില കല്യാണ വിരുന്നുകളിലൊക്കെ കണ്ടിട്ടില്ലേ? ഭാര്യ വലിച്ചാണ് കണ്ടത്. ക്ഷമയില്ലെങ്കിൽ ഭാര്യ വലിച്ചു തിന്നു, ക്ഷമയുണ്ടെങ്കിലോ നമുക്ക് വേണ്ടത് തിന്നു. ക്ഷമയില്ലാതെ യുദ്ധം വിജയിക്കണമെങ്കിൽ ക്ഷമ വേണം. നമ്മൾ ആയത്ത് വിശദീകരിച്ചിട്ടുണ്ട്, യുദ്ധം വിജയിക്കണമെങ്കിൽ ക്ഷമ വേണം. അവിടെ നിങ്ങൾ ക്ഷമിക്കണ്, യുദ്ധത്തിൽ കണ്ട് ഇറങ്ങിയിട്ടാണ് വെട്ടിയാ പോയത്. ക്ഷമ ക്ഷമിക്കാതെ ഒരു കാര്യവും ഇല്ല, പ്രത്യേകിച്ച് എൽമിന്റെ വിഷയത്തിൽ. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, നമ്മൾ ഒരു പണ്ഡിതന്റെ അടുത്തേക്ക്, ഒരു ആലിമിന്റെ അടുത്തേക്ക് അങ്ങോട്ട് പോയിട്ട് താങ്കൾ എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നിട്ട് പറയണമെങ്കിൽ ക്ഷമ വേണോ വേണ്ടേ? ഇനി അദ്ദേഹം പറയണ വൈകുന്നേരം 7 മണിക്ക് അല്ലെങ്കിൽ നമുക്ക് രാത്രി ഇരിക്കാം, ഇഷാക്ക് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, മഗ്‌രിബിനിടയിൽ മഗ്‌രിബ് നിസ്കരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഇശാസ്കാരം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇരിക്കാം, 2 മണി വരെ, രാത്രി 3 മണി വരെ. അത് കഴിഞ്ഞ് നമുക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ കിടക്കാം. ക്ഷമ വേണോ വേണ്ടേ? അദ്ദേഹം പറയുകയാണെങ്കിൽ ഇൽമു പഠിക്കാൻ, അതല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ നമുക്ക് രാവിലെ ഇരിക്കാം, സുബഹി കഴിഞ്ഞിട്ടാണ്ട് ഇരിക്കാം, ളുഹൂർ വരെ ഇരിക്കാം. ക്ഷമ വേണോ വേണ്ടേ? കാരണം ഇന്നത്തെ സമയത്ത് ആർക്കും ഒന്നിനും ഒഴിവില്ലല്ലോ. ഖാല ഇന്നക ലൻ തസ്തതിയ മഅയ സബ്റ. നമ്മളിലേക്ക് ഇങ്ങനെ ഇറങ്ങേണ്ട ആയത്താണ് ഇൽമു കരസ്ഥമാക്കാൻ. ഇന്നക, ഇത് കേൾക്കുന്ന നിങ്ങളോടാ പറഞ്ഞു, ഇന്നക നിശ്ചയമായും താങ്കൾ. ഇതാര് കേൾക്കുന്നുണ്ടോ അവരോടാ പറഞ്ഞു ഇന്നക. ഞാൻ ഓതുമ്പോ എന്നോടാ പറഞ്ഞു ഇന്നക, എന്നോട് പറയണേ ഇന്നക, നിങ്ങളോട് പറയണം ഇന്നക. നമ്മുടെ ആശയം വരേണ്ടത് അങ്ങനെയാണ്. ഇത് കേൾക്കുമ്പോൾ ഇത് നമ്മൾ വെള്ളിയാഴ്ച അങ്ങനെ പാറിപ്പോയിട്ട് ഇങ്ങനെ അടിച്ച് മിന്നിട്ട് നമ്മൾ കത്തം തീർത്തിട്ട്, അതല്ലെങ്കിൽ വെള്ളിയാഴ്ച ആ 100 കിട്ടാനൊക്കെ വേണ്ടി നമ്മളാണ് ഓതിപ്പോയിട്ട് കാര്യമില്ല. ആലോചിച്ച് നോക്കുന്നു, ഇന്നക തീർച്ചയായും താങ്കൾക്ക് ലൻ തസ്തതിയ മഅയ സബ്റ. ആ ഇൽമിന്റെ കൂടെ അങ്ങനെ വെച്ചോളൂ. ഖിളിർ നബിന്റെ ആശയം വരുമ്പോ ആ ഇൽമിന്റെ കൂടെ ക്ഷമിക്കാൻ, ഇൽമ കരസ്ഥമാക്കാൻ ക്ഷമിക്കാൻ. ലൻ തസ്തതിയ, ലൻ തസ്തതിയ, ലൻ തസ്തതിയ, കഴിയില്ല. നോക്കൂ നിങ്ങൾ, നമ്മൾ കഴിയോ കഴിയില്ലേ നമ്മളവർ പരിശോധിക്കട്ടെ. ഇനി 67ആണിത്, 67ാമത്തെ ആയത്താണ്. 66 നമ്മൾ ആദ്യം പറഞ്ഞു, 67 ഖാല ഇന്നക ലൻ തസ്തതിയ മഅയ സബ്റ. ആയത്ത് നമ്പർ പറഞ്ഞത് പഴിച്ചോന്ന് സംശയമുണ്ട്, ശരിയാക്കുക. ആദ്യത്തെ ആയത്ത് 66ാമത്തെ ആയത്ത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഖാല ഇന്നക ലൻ തസ്തതിയ മഅയ സബ്റ എന്ന് പറയുന്നത് 67. 68 വകൈഫ തസ്ബിറു അലാ മാ ലം തുഹിത് ബിഹി ഖുബ്റ. വകൈഫ, എങ്ങനെ, കൈഫാണ് എങ്ങനെ, തസ്ബിറു ക്ഷമിക്കുക, താങ്കൾ ക്ഷമിക്കുക. സബർ ഇവിടെ തസ്ബിറു എന്നാണ്, താങ്കൾ ക്ഷമിക്കുക, നീ ക്ഷമിക്കുക എന്നുള്ള അർത്ഥത്തിൽ. വകൈഫ തസ്ബിറു, താങ്കൾ എങ്ങനെയാണ് ക്ഷമിക്കുക? അലാ മാ ലം തുഹിത് ബിഹി ഖുബ്റ. അലാ മാ ലം തുഹിത്, തുഹിത് എന്ന് പറഞ്ഞാൽ നമ്മൾ മുഹീത്ത് എന്നൊക്കെ പോലെ വലയം ചെയ്യുന്ന ഇൽമിന്റെ വിഷയത്തിൽ ആ കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. തുഹിത് ബിഹി എന്ന് പറഞ്ഞാൽ ഇൽമിന്റെ വിഷയം, അതിനെ കുറിച്ച് എന്നുള്ളതാണ്. അല ഏതൊന്നിന്റെ മേൽ, മാ ആ കാര്യം, ലം തുഹിത് ബിഹി താങ്കൾക്ക് തന്നിട്ടില്ല, മുഴിപ്പിച്ച് തന്നിട്ട് മുഴുവനും താങ്കൾക്ക് അത് അറിയില്ല, അതിനെ താങ്കൾ വലയം ചെയ്തിട്ടില്ല. ഏത് ഈ റുഷ്ദ
താങ്കൾക്ക് പഠിപ്പിക്കപ്പെട്ട എന്ന് പറഞ്ഞല്ലോ, ഖിദ്ർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്തുള്ള ഒരു അറിവുണ്ട്, ഒരു വിവരമുണ്ട്, അതല്ലെങ്കിൽ ഒരു ജ്ഞാനം, ഒരു ഇൽമുണ്ട്. ആ ഇൽമിനെ കുറിച്ച് താങ്കൾക്ക് അറിയില്ല, താങ്കൾക്കത് മുഴുവനും മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ താങ്കൾക്ക് അത് അറിയാത്തൊരു വിഷയമാണ്. താങ്കൾക്ക് അത് മുഹീത്തായിട്ടില്ല, അതിനെക്കുറിച്ച് വലയം ചെയ്തിട്ടില്ല, താങ്കൾക്ക് ആ വിവരമില്ല. ഖുബ്റ എന്ന് പറഞ്ഞാൽ, ഖബീർ എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ കുറിച്ചുണ്ട്, അള്ളാഹിന്റെ നാമമാണ് ഖബീർ. എന്താണ്? സൂക്ഷ്മജ്ഞാനം, സൂക്ഷ്മത, അതായത് സൂക്ഷ്മമായി അറിയുക എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ താങ്കൾക്ക് സൂക്ഷ്മമായി അറിയാത്ത ഒരു കാര്യത്തെ കുറിച്ച് താങ്കൾ എങ്ങനെയാണ് ക്ഷമിക്കുക എന്നവിടെ ചോദിക്കുക. 68-ാമത്തെ ആയത്തിൽ ചോദിക്കുക, താങ്കൾ എങ്ങനെയാണ് ക്ഷമിക്കുക? താങ്കൾക്കറിയാത്ത വിവരമാണ് എന്നുള്ളത്. കാരണം അവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്, അത് ഇനിയുള്ള ആയത്തുകളിൽ മനസ്സിലാവും. അതറിയാത്തൊരു കാര്യമാണ്, അപ്പോൾ ക്ഷമിക്കാൻ കഴിയില്ല. അതെങ്ങനെയാണ് എന്നുള്ളത് അവിടെ പ്രശ്നങ്ങൾ വരും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോ ക്ഷമിക്കാൻ കഴിയണം. കാരണം നമ്മളിപ്പോ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു പണ്ഡിതന്റെ, ഒരു ആലിമിന്റെ അടുത്ത് പോയി നമ്മൾ പഠിക്കുകയാണ്. പഠിക്കുമ്പോൾ അദ്ദേഹം ഒരു ആശയം പറഞ്ഞു, നമ്മളിവിടെ നാട്ടിൽ നിന്ന് മനസ്സിലാക്കിയ രീതിയിലല്ല അവിടെ ചെന്നപ്പോൾ അദ്ദേഹം അത് വേറെ രീതിയിൽ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്, പക്ഷെ നമ്മൾ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. ആ അദ്ദേഹം പറഞ്ഞു തരുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് ഇൽമില്ല, നമുക്ക് സൂക്ഷ്മജ്ഞാനമില്ല, നമ്മൾ സൂക്ഷ്മത അറിയില്ല. അപ്പൊ ക്ഷമിക്കാൻ കുറച്ച് പണി ഉണ്ടാവും, നമ്മൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ പോകും, അല്ലേ? അങ്ങനെ ചില കുത്തുബയിലൊക്കെ കുത്തുബ കഴിഞ്ഞ പാട് ചില ആളുകളെ ചോദ്യം ചെയ്യുന്ന ആൾക്കാരുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം, കഴിഞ്ഞ വെള്ളിയാഴ്ച കുത്തുബ പറഞ്ഞിട്ട് ആ കുത്തുബക്ക് ശേഷം ഒരു കേട്ട ആള് ചോദ്യം ചെയ്ത ഒരു സംഭവം, ഒരു ഖത്തീബ് സംസാരത്തിനിടയിൽ എന്നോട് സംസാരിച്ചു. അഥവാ അദ്ദേഹത്തെ, അതായത് ഖത്തീബിനെ അങ്ങോട്ട് പഠിപ്പിച്ചു, ഇങ്ങനെയാണ് നിങ്ങളാ പറഞ്ഞത് ശരിയല്ല, ഇങ്ങനെയാണ്. അതാണ് പണ്ഡിതന്മാര് പറയുന്നത്, പണ്ഡിതന്മാര് പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. അത് ആ അറിവില്ലാത്തത് കൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞ അറിവില്ല, ഇവനെന്തോ വേറെന്തോ തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ട്, ഇവനൊരു ജഹലുണ്ട്, എന്നിട്ട് അതാണ് ശരി എന്നും വിചാരിച്ച് നടക്കുകയാണ്. എന്നിട്ട് അതിനപ്പുറത്തേക്ക് കേൾക്കുമ്പോ ക്ഷമിക്കാൻ കഴിയില്ല, ഖത്തീബിനെ പിടിച്ച് ചോദ്യം ചെയ്യണം. ആ ഖത്തീബ് എത്ര വിവരമുള്ളതാണെന്നൊന്നും ഇവന്റെ വിഷയത്തിൽ പെട്ടതല്ല, കാരണം ഇവൻ കുറച്ചെന്തൊക്കെയോ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതെ. അപ്പൊ അതിനെന്താ മനസ്സിലാകുക? ഒരു ആലിമിന്റെ അടുത്ത് പോയി നമ്മൾ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ അംഗീകരിക്കേണ്ടി വരും, അത് ക്ഷമിക്കേണ്ടി വരും. അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്, ക്ഷമയോടുകൂടി പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹത്തോട് പഠിക്കാൻ വേണ്ടി ചോദ്യം ചെയ്യും. പഠിക്കാൻ വേണ്ടി. ഈ ചോദ്യം ചെയ്യൽ അങ്ങനെയല്ല. ഈ ഖത്തീബിനെ ചോദ്യം ചെയ്ത് എന്താണ്? നിങ്ങളാ പറഞ്ഞത് ശരിയില്ല, ഇതാണ് ശരി എന്ന് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കും. അല്ലാതെ അത് നിങ്ങൾ ഇങ്ങനെ കാര്യം പറഞ്ഞല്ലോ, അത് എന്താണ് തെളിവ്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് എന്ന് അങ്ങോട്ട് പഠിക്കാൻ വേണ്ടി ചോദിക്കണം, തർക്കത്തിന് വേണ്ടിയല്ല. അത് രണ്ടും രണ്ടാണ്. അപ്പോ അതാണ് 68-ൽ പറയുന്നത്. ഇനി 69-ാമത്തെ വചനത്തിലെ കാല. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, സ തജിദുനി, താങ്കൾക്ക് എന്നെ കണ്ടെത്താം. സീനുണ്ട് അവിടെ, സീന വന്നാണ് കണ്ടെത്താം എന്നുള്ള ഒരു അർത്ഥം വരുന്ന, അപ്പൊ മുമ്പ് അത് മനസ്സിലാക്കിയിട്ടുണ്ട്. സ തജിദുനി, എന്നെ കണ്ടെത്താൻ. വജദ അതാണ്, അതിൽ നിന്നാണ് വരുന്നത്. തജിദു, തജിദുനി, സ തജിദുനി, എന്നെ താങ്കൾക്ക് കണ്ടെത്താം ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചാൽ. സാബിറൻ, ക്ഷമാലുവായി, സാബിറായിട്ട് കണ്ടെത്താം. വലാ അഅസി ലക അംറ, വലാ അഅസി ലക അംറ, ഞാൻ ആസാറിന് എന്താണ്? ധിക്കരിക്കുക, അനുസരണക്കേട് കാണിക്കുക, അതാണല്ലോ മാസിയത്തൊക്കെ ഇന്നുണ്ടാണ്. വലാ അഅസി, ഞാൻ ധിക്കരിക്കുകയില്ല, ലക താങ്കളെ, അംറ ഒരു കാര്യത്തിൽ, താങ്കൾ പറയുന്ന കാര്യം അല്ലെങ്കിൽ താങ്കൾ ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് അല്ലെങ്കിൽ കാര്യത്തിൽ ഞാൻ ധിക്കാരം കാണിക്കുകയില്ല, അല്ലെങ്കിൽ അനുസരണക്കേട് കാണിക്കൂല എന്ന് പറഞ്ഞാൽ ക്ഷമാലുവായി താങ്കളോടൊപ്പം ഉണ്ടാവും എന്നുള്ളതാണ്. ഇവിടെ ഇൻഷാ അല്ലാഹ് എന്നുള്ള പ്രയോഗം മനസ്സിലാക്കേണ്ടതാണ്.
നമ്മൾ ഈ അധ്യായത്തിൽ തന്നെ ഇൻഷാ അല്ലാഹനെ കുറിച്ച് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ക്ലാസ് കേൾക്കാത്ത ആളുകൾ അത് കേൾക്കുക. ഈ അധ്യായത്തിലെ 24-ാമത്തെ വചനത്തിലാണ് നമ്മളത് പഠിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് വളരെ വിശദമായിട്ട് ഇൻഷാ അല്ലാഹ് അവിടെ നമ്മൾ ഇൻഷാ അല്ലാഹ് എവിടെയൊക്കെ പറയാം, ഏത് സമയത്താണത് പറയേണ്ടത്, ഏത് സമയത്താണ് പറയാൻ പാടില്ലാത്തത് എന്നൊക്കെ ആ അധ്യായം എടുത്തപ്പോൾ, ആ ആയത്തെടുത്തപ്പോൾ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാ സ്ഥലത്തും ഇൻഷാ അല്ലാഹ് പറയാനുള്ളതല്ല, അത് നമ്മുടെ ഒഴിവ് കഴിവിന് വേണ്ടി, അഥവാ നമ്മൾ ഇൻഷാ അല്ലാഹ് പറയില്ല എന്തിനാണ്, ഒരു സംഗതി ഇല്ലാതാകുന്നതിന് വേണ്ടി. പൈസ ഞാൻ നാളെ വരാൻ പറ്റൂല എന്നുള്ളതിനാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് പറയാറ്. നാളെ ഞാൻ എൻ്റെ പണം തരൂല എന്ന് പറയുന്നതിന് വേണ്ടി ഇൻഷാ അല്ലാഹ് പറയാറ്. അതുകൊണ്ടുള്ള ഇൻഷാ അല്ലാഹ് പറയേണ്ടത് 6 മാസമാവും എന്നൊക്കെ നമ്മൾ പരിഹാസ രൂപത്തിൽ പറയാറുണ്ട്. അപ്പോൾ ആ ക്ലാസ് കേൾക്കുക. അപ്പോൾ ഇവിടെ പറയുന്നതാണ് ഇൻഷാ അല്ലാഹ്, അത് ആത്മാർത്ഥമായിട്ടാണ്, അത് ക്ഷമിക്കാതിരിക്കാൻ വേണ്ടിയല്ല പറയുന്നത്. അത് എന്തോ പറയുമ്പോഴും അങ്ങനെ വേണം എന്നുള്ളത് നമുക്കറിയാം. ഇൻഷാ അല്ലാഹ് എവിടെയാണ് പറയേണ്ടത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇൽമിന്റെ കാര്യത്തിൽ ഈ വിഷയത്തിൽ പോലും ഇൻഷാ അല്ലാഹ് സാബിർ, ഞാൻ ഷമാലു ആകണമെങ്കിൽ എന്ത് ചെയ്യണം, ഇൻഷാ അല്ലാഹ്. അപ്പൊ അതാണ് 69-ൽ പറയും. ഇനി അവസാനത്തെ 70-ാമത്തെ ആയത്തില് ഖാല ഫഇനിത്തബഅതനി, ഖാല ഫഇനിത്തബഅതനി, ഈ ഖാല ഖിദ്ർ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിൻപറ്റാൻ തീരുമാനിച്ചല്ലോ, അങ്ങനെയാണെങ്കിൽ ഇനി ഇത്തബഅതനി, ഇത്തബഅന പിൻപറ്റി മുമ്പ് വന്നല്ലോ, ഇത്തബഅ പിൻപറ്റി, ഇത്തബഅതനി, ഇത്തബഅത നീ പിൻപറ്റി, ഇത്തബഅതനി നീ എന്നെ പിൻപറ്റി, ഇന്നിത്തബഅതനി നീ എന്നെ പിൻപറ്റുകയാണെങ്കിൽ, ഫലാ തസ്അൽനി നീ എന്നെ ചോദ്യം ചെയ്യരുത്. സഅല ചോദിച്ചു, തസ്അല എന്നുള്ളല്ലേ, സഅല ചോദിച്ചു, തസ്അല യസ്അലു, ആ രീതിയിൽ. ഇവിടെ തസ്അല എന്നല്ല, തസ്അല നീ ചോദിക്കുന്ന, തസ്അൽനി നീ എന്നോട് ചോദിക്കരുത്, ലാ തസ്അൽനി നീ എന്നോട് ചോദിക്കരുത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, നേരത്തെ ഖത്തീബിന്റെ ഉദാഹരണം പറഞ്ഞല്ലോ, അവിടെ ചോദ്യം ചെയ്യണം, നിങ്ങൾ എന്താ അങ്ങനെ പറയാൻ, ആരാ ഖത്തീബിനേക്കാൾ വിവരമുള്ള ആളാണോ ഈ ചോദിക്കുന്നത്? അല്ല. ഇവിടെയും അതാണ് വിഷയം. ഖിദ്ർ നബിക്കാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനേക്കാൾ ആ കാര്യത്തിൽ വിവരമുള്ളത്. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞയച്ചത്. അപ്പോ അവിടെ ചോദ്യം ചെയ്യാൻ പറ്റൂല, കാരണം ക്ഷമയോടുകൂടി ഇരിക്കുക, അവസാനമാണ് വിശദീകരിച്ചു തരും എന്നുള്ളത്. അതാണ് ഫലാ തസ്അൽനി നീ എന്നെ ചോദ്യം ചെയ്യരുത്, നീ എന്നോട് ചോദിക്കുക, അൻ ഷൈഇൻ ഒരു കാര്യത്തെക്കുറിച്ച്, ഒരു കാര്യത്തെക്കുറിച്ചും നീ എന്നെ ചോദ്യം ചെയ്യരുത്, നീ ചോദിക്കരുത്. ഹത്താ ഏതുവരെ, ഉഹ്ദിസ ലക, ഉഹ്ദിസ അത് പറഞ്ഞു തരുന്നത് വരെ. ഹദീസ് ഹദസ് അറിയില്ല, അതായത് പറയപ്പെടുക, വർത്തമാനം എന്നൊക്കെയുള്ളതിനാണ് വരിക. ഇവിടെ ഉഹ്ദിസ എന്നുള്ളതാണ്, അത് പറയപ്പെടുന്നത് വരെ എന്നുള്ളതാണ്. ഹത്താ ഉഹ്ദിസ ലക നിനക്ക് അത് പറഞ്ഞു തരുന്നത് വരെ എന്ന് പറഞ്ഞാൽ വിശദീകരിച്ച് തരുന്നത് വരെ. മിൻഹു സിക്റ ആ കാര്യം, അത് ആ കാര്യം സിക്റ പറയപ്പെടുക. അപ്പോ ഹത്താ ഉഹദിസ ലക മിൻഹു സിക്റ അതിനെ കുറിച്ച് വിശദീകരിച്ച് തരുന്നത് വരെ. സിക്ർ അറിയാലോ, പറയപ്പെടുക. നമ്മൾ സിക്ർ ഒരുപാട് വട്ടം വന്നു പോയതാണ്. ആ ഒരു വിഷയത്തെ കുറിച്ച് പറയപ്പെടുന്നത് വരെ, വിശദീകരിക്കുന്നത് വരെ നീ എന്നെ ചോദ്യം ചെയ്യരുത്, എന്നോട് ചോദ്യങ്ങൾ ആ വിഷയത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കരുത് എന്നുള്ളത്. അങ്ങനെ ഒരു എഗ്രിമെന്റ്, ഒരു നിബന്ധന ഖിദ്ർ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വെക്കുക. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇൽമുമായി ബന്ധപ്പെട്ട ഈ കാര്യത്തിൽ ഒരു അറിവ് നേടണമെങ്കിൽ ക്ഷമ വേണം. അറിവ് നേടണമെങ്കിൽ ഇൽമുള്ള ആളുകളിലേക്ക് ചെല്ലണം. ആ ആളുകൾ ആ ഒരു കാര്യം പഠിപ്പിച്ചു തരുമ്പോൾ ക്ഷമയോടുകൂടി അവസാനം വരെ അത് വിശദീകരിച്ച് കേൾക്കാൻ നിൽക്കണം. ആ വിശദീകരിച്ച് കേട്ടതിന് ശേഷമാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് ചോദിക്കേണ്ടത്, പറയേണ്ടത്. അതിൻ്റെ ഇടയിൽ കയറി ചോദിച്ച് ഇത്തരം ആളുകളെ ചോദ്യം ചെയ്യുന്ന രീതി ശരിയല്ല.
എന്നുള്ളതാണ് ഇത്തരം ആയത്തുകളിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.